ഹായ് സുഹൃത്തുക്കളെ, ഒരു കഥയുണ്ട്. ഒരാൾ അയാളുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു മരത്തിലെ ചില്ലകളൊക്കെ വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം മകനോട് പറഞ്ഞു, അടുത്ത വീട്ടിൽ പോയിട്ട് ആ വെട്ടുകത്തി വാങ്ങിച്ചു കൊണ്ടുപോയി നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കാം. മകൻ പോയി അടുത്ത വീട്ടിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വെട്ടുകത്തി കേടായിരിക്കാനും ഇപ്പോൾ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് അച്ഛൻ്റെ അടുത്ത് ഇവർ അറിയിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്ത് മനുഷ്യന്മാരാണ് അവർക്ക്, യഥാർത്ഥത്തിൽ കേടായതൊന്നാവില്ല, നമുക്ക് തരുന്ന മടിക്ക് അങ്ങനെ പറയായിരിക്കും എന്നാണ് പറയായിരിക്കും. എന്താ ഇപ്പോൾ ഒരാളത് കൊടുന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നശിച്ചു പോവോ, അലിഞ്ഞില്ലാതാവോ, എന്ത് മനുഷ്യന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഒരു പണി തൽക്കാലം നമ്മുടെ വീട്ടിലെ കട്ടിനകത്ത് നമ്മുടെ വെട്ടുകത്തി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് എടുത്തുകൊണ്ടോ, നമുക്ക് അതുകൊണ്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ നിലമ്പൂർ വന്നിറങ്ങി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കഥയല്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാൻ കഥയ്ക്കൊരു കൂട്ടിച്ചേർക്കലൂടെ നിലമ്പൂർ വന്നപ്പോൾ ഓർമ്മ വന്നു. കാരണം അങ്ങനെ വെട്ടുകത്തി ഇറക്കിയിട്ട് ആ വെട്ടുകത്തി ഏറ്റവും മഹത്തരമായ വെട്ടുകത്തിയാണെന്നും ആ വെട്ടുകത്തി ഇറങ്ങിയതോട് കൂടിയിട്ട് ആകെ കാര്യങ്ങൾ മാറി പറഞ്ഞു എന്നൊക്കെ സ്വയം പ്രചരിപ്പിക്കാനായത്. അയാൾ സ്വയം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരംപൊടി ചാനൽ പോലെയുള്ള ചില ചാനലുകളൊക്കെ കൂട്ടുപിടിച്ചിട്ട് അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ, ആ കൂട്ടത്തിൽ ഈ വെട്ടുകത്തിയായിട്ടുള്ള നമ്മുടെ സത്യാനന്തര വെട്ടുകത്തി നിരന്തരമായിട്ട് വേട്ടയാടുന്ന, ഭത്സിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ കൂട്ടർ നിരന്തരമായിട്ട് വർഗീയ ചാനലായിട്ടും കുത്തിത്തിരിപ്പ് ചാനലായിട്ടൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വണ്ണും ആ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം.